രാജ്യത്തിന് വേണ്ടി, ദേശസ്നേഹത്തിന് വേണ്ടി സ്വർണം ഉപേക്ഷിച്ച ആളുകളുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ പണ്ട് മഹാത്മാഗാന്ധിയുടെ കാലത്ത് 1934 മറ്റോ ആണ് ഒരു മലയാളി പെൺകുട്ടി, 16 വയസ്സുള്ള ഒരു മലയാളി പെൺകുട്ടി അവളുടെ സ്വർണം മുഴുവൻ ഊരി മഹാത്മാഗാന്ധി അദ്ദേഹം ഹരിജനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ഫണ്ട് സമാഹരണം, അതിലേക്ക് ആ ആഭരണങ്ങൾ അവൾ നിക്ഷേപിച്ചു. അവളുടെ പേര് കൗമുദി എന്നാണ്. കൗമുദി നമ്മുടെ കേരളത്തിൽ വടക്ക് കണ്ണൂർക്കാരിയാണ്. വടകര ജനിച്ചു വളർന്ന ആളാണ്. ഒരു രാജകീയ കുടുംബത്തിലെ അംഗമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. AK രാമവർമ്മ രാജയുടെയും ദേവിക കെട്ടിലമ്മയുടെയും മകളായി ജനിച്ച കൗമുദി ടീച്ചർ എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. ഗാന്ധിയുടെ പ്രസംഗങ്ങൾ കേട്ട് ആകൃഷ്ടയായി ഗാന്ധി പറയുകയാണ്, നിങ്ങൾക്ക് ഹരിജനങ്ങളെ ഉദ്ധരിക്കുന്ന ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകാം, കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങളുടെ ആഭരണങ്ങൾ ഊരിയിടാം. കൗമുദി ആദ്യം അവളുടെ വളകൾ ഊരിയിട്ടു. പിന്നെയും ഗാന്ധിയുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ അവളുടെ കഴുത്തിൽ കിടന്ന മാലയും ഊരി ഗാന്ധിയുടെ മുമ്പിൽ വെച്ചു. ഗാന്ധിക്ക് ഈ കൊച്ചു പെൺകുട്ടിയുടെ ഈ ആക്ഷൻ കണ്ടപ്പോൾ ഇതിനിയും പ്രശ്നമാകുമോ, വീട്ടുകാരെന്ത് പറയും എന്നൊക്കെയുള്ള ചിന്തകളുണ്ടായി. പക്ഷേ ആ സ്റ്റേജിലുണ്ടായിരുന്ന കൗമുദിയുടെ പിതാവ് തന്നെ ആ മകളുടെ ആക്ഷനെ അനുമോദിക്കുകയും അവളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. ആ ഗാന്ധിജിയോട് ആ സ്വർണം എടുത്തുകൊള്ളുവാൻ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. ഗാന്ധിജി പിന്നെയും ആ പെൺകുട്ടിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയാമോ? നീ ഇപ്പോൾ ആഭരണമെല്ലാം ഊരി, നീ ഇനിയും ആഭരണം ഇടരുത്. ഇതൊരു കൊലച്ചതിയായിപ്പോയില്ലേ? രാജകുടുംബത്തിൽ ജനിച്ച കൗമുദി എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് ഇനി ആഭരണം കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഗാന്ധിജിയുടെ ഒരു നിർദ്ദേശം, നീ ചെയ്ത ഈ ത്യാഗം ലോകം മുഴുവൻ അറിയണം. അതുകൊണ്ട് നീ ഇനിയും വേറെ ആഭരണം വാങ്ങിച്ചിടാതെ ഒരു മാതൃകയായി, ഒരു ഉദാഹരണമായി ജീവിക്കണം. അവളതിന് എഗ്രി ചെയ്തു. അവളതിന് എഗ്രി ചെയ്യുക മാത്രമല്ല, ഗാന്ധിജിയുടെ അടുത്ത ചോദ്യം, നിൻ്റെ വിവാഹം വരുമ്പോൾ ഇത് പ്രശ്നമാകുകയില്ലേ? നിൻ്റെ വിവാഹത്തിന് ആഭരണങ്ങൾ ഇടാത്ത നിന്നെ ആരെങ്കിലും വിവാഹം കഴിക്കുവാൻ തയ്യാറാകുമോ? ഇവളുടെ മറുപടി എന്തായിരുന്നെന്നറിയാമോ? അവൾ പറയുന്നത്, ഐ വിൽ വെയിറ്റ് ടിൽ സമ്മൺ കംസ് ടു മാരി മീ ആൻഡ് നോട്ട് മൈ ഗോൾഡ്. ഞാൻ കാത്തിരിക്കും. എൻ്റെ സ്വർണത്തെയല്ല, എന്നെ കല്യാണം കഴിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു പുരുഷൻ വരുന്നിടം വരെ ഞാൻ കാത്തിരിക്കുമെന്ന് അവൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനെ ഒരു വ്യക്തി വന്നില്ലെങ്കിലോ? നിന്നെയല്ല, നിൻ്റെ സ്വർണത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പൊതുവിൽ ആളുകൾ വരുന്നത്. നിൻ്റെയും കാര്യത്തിൽ ഒരു പുരുഷൻ അങ്ങനെ വരുമോ? നിൻ്റെ സ്വർണ്ണമൊന്നും വേണ്ട, നിന്നെ മതി എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുമോ എന്ന ഗാന്ധിജിയുടെ അടുത്ത ചോദ്യം. അവൾ മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല. ഗാന്ധിജി വളരെ സന്തോഷത്തോടുകൂടെ ആ പെൺകുട്ടിയെ അനുഗ്രഹിച്ചു. അവൾക്കൊരു ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തു. ആ ഓട്ടോഗ്രാഫ് ഇങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതിയിരുന്നത്, തുമാര ത്യാഗി തുമാര ഭൂഷൺ ഹോഗ. നിൻ്റെ ത്യാഗം നിൻ്റെ അലങ്കാരമാണ്, നിൻ്റെ ആഭരണമാണ്. തുമാര ത്യാഗി തുമാര ഭൂഷൺ ഹോഗ. നിൻ്റെ ത്യാഗം, നിൻ്റെ സാക്രിഫൈസ്, അത് നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓർണമെൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഒരു ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തു. ഗാന്ധിജി ഈ കഥ അതേ മാസത്തിലുള്ള ഹരിജൻ പത്രത്തിൻ്റെ മാസികയുടെ അകത്ത് ഗാന്ധി ഈ കൗമുദിയുടെ ത്യാഗം എന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിളായിട്ട് എഴുതി. നമ്മുടെ ഇടയിൽ മലയാളത്തിൽ, കേരളത്തിൽ ജീവിച്ച ഒരു കൗമുദി. ഗാന്ധിജി എഴുതുകയാണ്, അവൾ തൻ്റെ ഐഡിയോളജിക്ക് വേണ്ടി അവൾ ചെയ്ത വലിയ സാക്രിഫൈസ്, ഒരാശയത്തിന് വേണ്ടി ഒരു പെൺകുട്ടി എടുത്ത വലിയ സാക്രിഫൈസ്. ഈ കൗമുദിയുടെ പേര് പിന്നീട് പല പ്രസംഗങ്ങളിലും ഗാന്ധിജി ഉദ്ധരിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഹരിജനങ്ങളെ ഉദ്ധരിക്കാനുള്ള ഫണ്ട് ശേഖരണത്തിൻ്റെ സമയത്തൊക്കെ കൗമുദിയുടെ ത്യാഗത്തെക്കുറിച്ച് ഗാന്ധിജി പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ദേശസ്നേഹം കൊണ്ട്, ഐഡിയോളജി കൊണ്ട് സ്വർണം ഉപേക്ഷിച്ചവർ ഗാന്ധിയുടെ കാലത്ത് തന്നെ ഉണ്ട്.